ഇന്നലെ ഒക്ടോബർ 1-ാം തീയതി ആയിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ ത്രിത്വസ്തുതിയെക്കുറിച്ചായിരുന്നു ക്ലാസ്. ജപമാലയിൽ ത്രിത്വസ്തുതിയുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും ഓടിച്ചിട്ടാണ് ത്രിത്വസ്തുതി പ്രാർത്ഥിക്കാറ്. 10 നന്മ നിറഞ്ഞു പറയും കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടാണ് ത്രിത്വസ്തുതി പ്രാർത്ഥിക്കാറ്. എന്നാൽ മാർപ്പാപ്പ പറയുന്നത് കണ്ടോ, 34-ാമത്തെ പാരഗ്രാഫ് മാർപ്പാപ്പ പറയാണ്, എല്ലാ ക്രൈസ്തവ ധ്യാനത്തിൻ്റെയും ലക്ഷ്യമാണല്ലോ ത്രിത്വസ്തുതി. പിതാവിലേക്ക് പരിശുദ്ധാരൂപിയിലൂടെ നമ്മെ നയിക്കുന്നത് ക്രിസ്തുവാണ്. ഈ വഴിയിലൂടെ നാം അവസാനം വരെ പ്രയാണം ചെയ്താൽ എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും കൃതജ്ഞതയ്ക്കും അർഹമായ ത്രിത്വത്തിലെ 3 വ്യക്തികളുടെയും രഹസ്യത്തെ നാം ആവർത്തിച്ച് കണ്ടുമുട്ടുന്നു. ധ്യാനത്തിൻ്റെ ഏറ്റവും ഉന്നത ലക്ഷ്യമായ ത്രിത്വസ്തുതിക്ക് ജപമാലയിൽ അർഹമായ പ്രാധാന്യം നൽകുന്നത് സുപ്രധാന കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് എന്നിട്ട് പറയാണ്, നമ്മൾ പരസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഗാനരൂപത്തിൽ പോലും ആലപിച്ചാൽ നല്ലതായിരിക്കും. ഏത് ത്രിത്വസ്തുതി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഗാനാലാപനത്തോടെ പ്രാർത്ഥിക്കാൻ ത്രിത്വത്തിൻ്റെ